തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ ഓർഡിനൻസ് തിരിച്ചയച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ഓർഡിനൻസ് അയക്കാൻ നിർദ്ദേശിച്ചു. അൽ-അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അൽ-അമീൻ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമേറ്റ തിരിച്ചടിക്ക് ഓർഡിനൻസ് തിരിച്ചയക്കുന്ന തരത്തിലേക്ക് ഗവർണർ എത്തുകയാണ്. ഈ ഓർഡിനൻസ് തിരിച്ചയക്കുന്നതിന് അദ്ദേഹം പറയുന്ന വിശദീകരണം എന്താണ്? അൽ-അമീൻ. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടാണ് ഓരോ തദ്ദേശ വാർഡുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും അധിക വാർഡുകൾ കൂടി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചത്. ഇത് അംഗീകാരത്തിനായി ഗവർണർ അയക്കുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി ഈ ഓർഡിനൻസ് ഫയൽ പരിശോധിക്കുക പോലും ചെയ്യാതെ ഗവർണർ മടക്കി അയച്ചിരിക്കുകയാണ്. ഗവർണർ പറഞ്ഞിരിക്കുന്നത്, ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഫയൽ അയക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗം അടുത്ത മന്ത്രിസഭാ യോഗം ചേർന്ന നിയമസഭാ സമ്മേളനത്തിലുള്ള തീയതി തീരുമാനിക്കാനും അതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനുമൊക്കെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ നിയമസഭാ സമ്മേളനത്തിൽ ഈ ഓർഡിനൻസ് കൂടി ബില്ലാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ ആ സമയത്താണ് ഗവർണർ ഇപ്പോൾ ഇത് മടക്കി അയച്ചിരിക്കുന്നത്. ഏതായാലും അടിയന്തരമായി തന്നെ സർക്കാർ ഒരുപക്ഷെ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഗവർണർക്ക് വീണ്ടും ഈ ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയ്ക്ക് അയക്കും. ഗവർണർ അംഗീകരിച്ചാൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് ബില്ലാക്കാനാണ്, നിയമമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓർഡിനൻസ് ഗവർണർ അംഗീകരിക്കുമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. പക്ഷേ ഫയൽ പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഗവർണർ ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത്. ഇനി നിയമസഭാ സമ്മേളനം ചേരാൻ പോകുമ്പോൾ അതിനോടും ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഏറെ പ്രധാനമാണ്. അതിനും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കടമ്പ സർക്കാരിന് കടക്കുകയും ചെയ്യാം. സുജയ. ഓക്കെ, അൽ-അമീനാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ